പിന്നെ കുളിച്ചു ചാണകമായി എന്ന് പറയരുത് കേട്ടോ. വണ്ടി എന്താച്ചു നമ്മളെ ഇന്ന് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലത്തെ അല്ല, നമുക്ക് ഇന്നൊരു ദിവസം ഫുള്ള് നമ്മുടെ ഒരു ദിവസം കാണിക്കാൻ വിചാരിച്ചു. അപ്പം മിറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മിറ്റടി കഴിഞ്ഞു, അരിയെടുപ്പത്തിട്ടു. അപ്പം എന്നാൽ ചാണകം അങ്ങോട്ട് തളിച്ച് കഴിഞ്ഞിട്ട് കണ്ട് കുളിക്കാലോ എന്ന് വിചാരിച്ചിട്ടേ. കണ്ടോ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ അവൾ എന്താ കളർ ഇട്ടിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നച്ചുട്ടിക്ക് പരീക്ഷയാണ്. അപ്പം അത് കാരണം മച്ചു എന്താ ടീച്ചർ കളർ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ. കിച്ചുവിന് പരീക്ഷയ്ക്ക് കൊണ്ടേക്കി, അവന് 8:30 പോകണമായിരുന്നു. നിറച്ചായത് കൊണ്ടാട്ടോ. കണ്ടോ അടിച്ച പോലെ തന്നെ ഉണ്ട് ഇവിടെ മൊത്തം. നമ്മൾ തളിച്ചിട്ട് പക്ഷെ അപ്പോൾ ദിവസം നമ്മൾ തളിച്ചു കൊടുത്താലാണ് കേട്ടോ നല്ല വൃത്തിയിൽ കിടക്കുള്ളൂ. നമ്മുടെ ചെറിയൊരു നീക്കണതിൻ്റെ മുമ്പ് ചെയ്യണം കേട്ടോ. അവർക്ക് ഭയങ്കര അർപ്പാണിത്. കാണുമ്പോൾ തന്നെ അവർ അയ്യേ പറയാൻ നിൽക്കും. വേനൽക്കാലമായ ചാണകം ഇങ്ങനെ തളിച്ച് കഴിഞ്ഞല്ലേ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ചളികളും പൊടികളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ. മലന്ന് കിടന്ന് കുഞ്ഞു കുട്ടികൾ കാണുമ്പോൾ ഗംഭീര കളിയാട്ടാ. ഒരു കയറ് കിട്ടിയിട്ടുണ്ട് രാവിലെ. ആ കയറും കൊണ്ടേ കുറേ നേരമായി. അപ്പം അത് ഏട്ടൻ പോയപ്പോൾ അവന് വേഗം നാണക്കേട് വന്നവന്. എന്താ ചുട്ടി എന്താണ്? ഓ ചായ ഉണ്ട്, ചായ കുടിച്ചോ? അമ്മ രാവിലെ നീച്ച് പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചായ കുടിക്കണേ കേട്ടോ. അവൾ നേരത്തെ നീച്ചപ്പോൾ കുറച്ച് അവൾക്ക് നല്ല തലവേദനയാണ് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ തലവേദന എടുക്കാൻ ഇത് നമ്മൾ പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ടേ പോവാ. ടാറ്റാ, നന്നായി പരീക്ഷ എഴുതിയിട്ട് വാട്ടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണേ. നമ്മളെ എത്ര തുടച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ്. ഇനി പെയിൻ്റ് അടിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഈ വാതിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വാതിലാണ് കേട്ടോ. പിന്നെ അത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് ആക്കിയതാണ് കേട്ടോ വാതിൽ. ഇവിടെ ഒറ്റ ഒന്ന് ഇങ്ങനെ ഒരു പൊളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ വരുന്ന സമയത്തുള്ള വാതിലാണ്. അപ്പോൾ അത് ഇനി പെയിൻ്റ് അടിക്കണം. നമ്മളിവിടെയൊക്കെ എത്ര തുടച്ചിട്ട് ഇതായിട്ടും കാര്യമില്ല കേട്ടോ. എത്ര വൃത്തിയാക്കിയാലും ഈ 5-6 കുഞ്ഞു മക്കളും പിന്നെ നമ്മളെല്ലാവരും ഇല്ലേ, എത്ര വൃത്തിയാക്കിയാലും അവർ നമ്മളെ കുറച്ച് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തട്ടിയിട്ടും മുട്ടിയിട്ടൊക്കെ അവർ കേടുവരുത്തും. മക്കളെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വൃത്തിയാക്കൽ ഭയങ്കര ഒരു പണിയാണ് കേട്ടോ. ഞാൻ അപ്പം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇപ്പം കണ്ടോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വൃത്തിയായി കിടക്കുന്നുണ്ടല്ലേ. ഇനി നമ്മുടെ മക്കൾ വന്നു കഴിഞ്ഞ് വെച്ചാൽ അവരെല്ലാവരും പാടെ ഇവിടെയാണ് കേട്ടോ കളർ പെൻസിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇതാ എടുക്കും. ഇനി വാതിലൊക്കെ നമുക്കൊന്ന് തുടച്ചിടാണ്ട്. നമ്മൂൻ്റെ ഫെയിൻ്റെ പുതിയത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഒന്ന് അടി തയ്ച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അവിടെ കുഞ്ഞുണ്ണി കുളിക്കാൻ കയറിയതിൻ്റെ അങ്കാണ്. അതാ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടു. നമ്മുടെ റൂമും വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാ തൊടി തിരുമ്പാനുള്ളത് ഇത്രയും ഉണ്ട്. ഇന്ന് നേരത്തെ കുളി കഴിഞ്ഞേക്കാണ്, അല്ലെങ്കിൽ തിരുമ്പൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കുക. പിന്നെ എന്താ വെച്ചാൽ ചാണകം തളിക്കുന്ന ദിവസമൊക്കെ നേരത്തെ കുളിക്കും. ഇവിടെ നിന്ന് അടിച്ചു പറ്റിയതാണ്ടോ. പൊന്നൂസിൻ്റെ പണിയാണ് ഇപ്പോൾ. അവൻ്റെ തുണികളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിടൽ.
ചോറിന് അരിയെടുപ്പത്തിട്ടൊക്കെ കേട്ടോ തീ കെട്ടക്കണു. കത്തിക്കമ്മോ സുകന്യ ചായ കഴിഞ്ഞടി. ചായ വെക്കണല്ലേ? ആര്? കുഞ്ഞും കുടിച്ചിട്ടില്ല, കുഞ്ഞുണ്ണി കുടിച്ചിട്ടില്ല. ഇന്ന് ചായ എന്താണെന്ന് അറിയില്ല. ചായ വേഗം കഴിഞ്ഞേക്കണു. അയ്യോ ലേറ്റ് ഫാൻ ഇട്ടതേ. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ. ഈ ചൂല് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ചൂല് ആണ് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് മാറാല തട്ടും ചെയ്യാം, നമുക്ക് അടിക്കുകയും ചെയ്യാം. ഒരു ചൂല് ഇന്ന് നേരത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് വേണം കേട്ടോ ഒരു ചൂലുണ്ടാക്കണം. മുറ്റടിക്കാനും വേണം, ഉള്ളടിക്കാനും വേണം. നമ്മൾ വാങ്ങി വെച്ചാൽ ഈ 2 ചൂലിന് 100 രൂപ കിട്ടാം. അപ്പം ഉണ്ടാക്കുകയാണ് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് പട്ട കിട്ടാനും ഉണ്ടല്ലോ. ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടെന്നതാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ വെച്ചതേയും ബുക്കൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇട്ട് ഒക്കെ തട്ടി കുടഞ്ഞ് വെച്ചതാട്ടോ. കണ്ടോ, ഇതാണ് അവരുടെ ഒരു നല്ലൊരു സ്വഭാവം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതാ ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ പോണതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് കണ്ടോ, ഓരോ അറകൾ ഇതാ 1 2 3 4 കണ്ടോ. ഇതിലെന്താ വെച്ചേക്കണുണ്ടോ? ഓരോന്ന് അവർക്കുള്ളതൊക്കെ അവർ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കുപ്പിയിൽ ഇതൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല ഈ കയറില്ലേ, കയറ് മൊത്തം കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ കയറൊക്കെ ഇവരൊക്കെ എടുത്ത് കളഞ്ഞേക്കണു. ഇതിൽ എന്നിട്ട് സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, കണ്ടില്ലേ? സ്റ്റാർ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഡ്രീംസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നടക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടേ, നടക്കുമ്പോൾ ഇടാനല്ല, രാവിലെ നടക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഷൂ വാങ്ങിയതാട്ടോ. ഇട്ടിട്ടേ ഇല്ല. എനിക്കല്ല കേട്ടോ, ഏട്ടന്. ഞാനൊന്നും ഇങ്ങനത്തെ ഒന്നും ഇടില്ല. ഏട്ടൻ വാങ്ങിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നടക്കാൻ പോയിട്ടുമില്ല. അപ്പം അടുത്ത വീട്ടിൽ ചേച്ചിമാരൊക്കെ പോകുന്നുണ്ട്. അപ്പം എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇനി അവരുടെ കൂടെ പോകണം. അവരുടെ കൂടെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിശേഷം, പുറത്തത്തെ വിശേഷങ്ങളൊക്കെ അറിയുള്ളൂ. മറ്റേതൊന്നും അറിയില്ല. നമ്മൾ ഈ വീട്ടിലിരിക്കുകയല്ലേ. പോകണം. കുറ്റം പറയാന്നല്ല കേട്ടോ പറയുന്നത്. നല്ല കാര്യങ്ങളാണോ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പഞ്ചായത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നാൽ നമുക്കൊരു കാര്യം അറിയില്ലല്ലോ. ഇവിടെ ഒന്നും കുപ്പുണ്ടാവില്ല. അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ പിന്നെ അവർക്ക് ഈ വെട്ടലും കുത്തലും ആയതും കൊണ്ട് രാവിലെ ഇതാ കുഞ്ഞുണ്ണി പാട്ട് തുടങ്ങിട്ടോ. കുഞ്ഞുണ്ണിക്കും കുഞ്ഞനും പനിയാണ്. അപ്പോൾ അവൻ അംഗനവാടിക്ക് പോകണം പറഞ്ഞിട്ടാണ് കരയുന്നത്. ഈ പനിയുള്ള സമയത്ത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സ്കൂൾ വിടുക? അത് കാരണം രാവിലെ അവൻ തന്നെ വേഗം കുളിറൂമിൽ കയറി മേലെഴുകിയിട്ട് പുറപ്പെട്ട് കൊടുക്കാൻ പറയുകയാണ്. ഇപ്പോൾ കുഞ്ഞിന് പനി വന്നിട്ടാണ് കുഞ്ഞുണ്ണിക്ക് വന്നത്. അപ്പം ഇനി പോയി കഴിഞ്ഞ് വെച്ചാൽ അവിടെ പോയി ഒതുങ്ങിയിരിക്കൂലല്ലോ. ഇവിടെയാണ് പറഞ്ഞു വെച്ചാൽ ഇന്നിപ്പോൾ കിച്ചൊന്നുമില്ലല്ലോ. അപ്പം അവർക്ക് വീട്ടിലാണ് പറഞ്ഞാൽ ഒതുങ്ങിയിരിക്കുന്നില്ല. ഈ 4 ഭാഗത്തു കൂടെ നടക്കലും ഓട്ടവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പുതിയ വീടിൻ്റെ അവിടെ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുത്. അതിൻ്റെ ഉള്ളിൽ പോയി കളിക്കുക തന്നെയാണ് പണി. കുഞ്ഞുണ്ണി ഇവിടെ കുഞ്ഞു നീച്ചൂട്ടാ. അവന് ചായ കൊടുക്കട്ടെ. ഇവിടെ ഇങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞോട്ടോ. ഇനി അടുക്കളയും കൂടിയുള്ളൂ. രാവിലെ എന്താണെന്നറിയാം, ചെറിയൊരുടെ അംഗം സ്കൂളില്ലാത്ത. എന്തേ പൊന്നൂസിന് കുളിപ്പിക്കില്ലേ? ആ കുട്ടിക്കില്ലേ ട്രൗസർ ഇടാനേ ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, ആ കുട്ടി ട്രൗസർ ഇടുക വെച്ചാൽ അപ്പോൾ തോലൊക്കെ പോയി രാത്രി കൊണ്ടില്ലേ ഇതാക്കുമ്പോ ഇങ്ങനെ വലിയ ആർക്കെങ്കിലും
കാല് വിണ്ട് വീർച്ചയ്ക്ക് എന്തെങ്കിലും മരുന്നറിയോ? നമ്മളിവിടെ വാസ്ലിൻ തേക്കാറുണ്ട്. എനിക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അതാ കണ്ടോ എൻ്റെ കാലിലൊന്നും എനിക്കുണ്ടാവാറില്ല. ഏട്ടന് ചിലവർക്ക് ഇങ്ങനെ ചോരയൊക്കെ വരില്ലേ, സുഗന്യക്ക് ഭയങ്കര. പക്ഷെ കാല് കുതിവേദനയൊക്കെ രാവിലെ ഉണ്ട്. ഇതാണ്ടോ തുടച്ചിങ്ങോട്ട് കൈ എടുത്തില്ല, അപ്പേക്കിതാ എല്ലാവരും നടക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഈ കാല് വിണ്ട് തീർച്ചയ്ക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ഒരു നാട്ടുമരുന്ന് നമുക്കത് ചെയ്തു നോക്കാമല്ലോ. സുകന്യയുടെ കാലിൽ എപ്പോഴും വിണ്ട് തീർച്ചയാണ്. എന്ത് ചെയ്താലും ചിലതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ 2 പൊളിയായിട്ടുണ്ടാവും. അവന് ചായ വെക്കണം. നമ്മൾ രാവിലെ ചോറ് കഴിക്കൽ നിർത്തിയിട്ടോ. ചോറ് അല്ലെങ്കിൽ പലഹാരം. ഇപ്പം ഞാൻ കോറയാണ് കേട്ടോ വിരകിയിട്ട് കഴിക്കുന്നത്. കോറ വെറുതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള കുറച്ച് ബെല്ലം കേട്ടോ, തോരയിടാൻ പാടില്ല, കുറച്ച് ആയി. ഇത് ചൂടാറിയാൽ കഴിക്കും. ബാക്കിയുള്ളവരൊക്കെ ഞാനും കഴിക്കും, അമ്മൂട്ടിയും കഴിക്കും, അതേപോലെ സുകന്യ ഉണ്ടെങ്കിൽ. ഇന്നിപ്പോൾ ചോറ് കുറച്ച് വെള്ളച്ചോറിൻ്റെ ഉണ്ട് കേട്ടോ, അപ്പോൾ വേണ്ടവർക്ക് കഴിക്കാം. ഇതിൽ നമുക്ക് പല നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങൾ, തുള്ളി പാലൊക്കെ ഒഴിക്കുക. പക്ഷെ ഞാൻ പാലൊന്നും ഒഴിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കുറച്ച് തടി കുറയ്ക്കണം. ഡോക്ടർ നാളെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തടി നല്ല പോലെ കുറയ്ക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണ്ടവർക്കൊക്കെ ഞാൻ ചോദിച്ചവർക്ക് പറഞ്ഞുതരാം. ഈ കോറ കഴിച്ച് കഴിഞ്ഞാൽ 3 നേരം കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ആവും. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ഒരു നേരമെങ്കിലും ചോറിനണം. ചോറില്ലാത്ത പരിപാടി നടക്കില്ല. കഴിഞ്ഞമ്മോ എന്നാ ബാ കോറ കഴിച്ചമ്മൂട്ടി. നമ്മൾ കൈപ്പയ്ക്കയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു ഇന്നലെ വെച്ചതേ. അപ്പോൾ കറി വെക്കില്ല വിചാരിച്ചു. ഇനി വെക്കാതിരുന്ന് കഴിഞ്ഞാലേ പിന്നെ വൈകുന്നേരത്ത് നമുക്കൊരു പണിയാവില്ലേ. അപ്പം എന്നാൽ കറി വെച്ച് വയ്ക്കുക വിചാരിച്ചിട്ടേ ഉണക്കമീൻ ഉണ്ടിരിക്കണം. അപ്പോൾ ഉണക്കമീൻ കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഇവിടെ കോഴികളെ ഒന്ന് വിടണം കേട്ടോ. നോക്കി ഇങ്ങനെ നിൽക്കണം, എന്നാലേ അവർ വണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാലേ പറ്റുള്ളൂ. നമ്മുടെ നായ്ക്കളെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ പേടിയാവുകയാണ്. തക്കാളി, പച്ചമുളക്, ഉള്ളി, കയ്യിൽ നഖമില്ലാത്തത് കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാച്ചിട്ടത് വരിക്കാനെന്നറിയോ. കയ്യിൽ നഖം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ കരിപ്പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ കയ്യിൻ്റെ ഈ സൈഡിൽ കൂടെ തന്നെ കറുത്ത കളറുണ്ടാവും കേട്ടോ. അത് തുണി തിരുമ്പിയാലേ പോവുള്ളൂ. അടുപ്പിൽ ചോറും കറിയൊന്നും വെക്കുന്നില്ലെങ്കിൽ ഗ്യാസിലാണ് വെക്കുന്നത് പറഞ്ഞു വെച്ചാൽ ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രം കഴുകുമ്പോൾ അതിൻ്റെ ആ കറുത്ത കളറ്, കരിയുടെ കളറ് നമ്മുടെ നഖത്ത് കൂടെ ഫസ്റ്റ് വരും. അച്ചുട്ടിയുടെയും കിച്ചുവിൻ്റെയൊക്കെ പരീക്ഷ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തിൻ്റെ തവിടെ കണ്ടോ എന്താണെന്നറിയില്ല, എന്തോന്ന് തട്ടിയ പോലെ കാണുന്നുണ്ടോ? ഒരു നല്ല വേദന കണ്ടോ ഇവിടെ, നല്ലൊരു വേദന കേട്ടോ. അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു താഴ്ത്തുമ്പോഴേ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലും തട്ടിയാലും അറിയില്ല, ഞാനങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ. വേദനിക്കുമ്പോഴാണ് അന്നത് പോലെ പറ്റിയെന്നുള്ളത് വരിക. പൊങ്ങുള്ളതോ? അതിനുള്ളൂ. തേങ്ങ കഴിഞ്ഞു കേട്ടോ. തേങ്ങ കഴിഞ്ഞു. തേങ്ങയില്ല. എന്താ അത് വെയിൽ വരുന്നത്, എമ്മാതിരി ചൂടാ. ഉലുവ ഇട്ടു കേട്ടോ. ഒരു 2-3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നേ, ബാക്കി കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മീൻ കറിയിൽ ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി, പച്ചമുളക്, തക്കാളി, വെണ്ടയ്ക്ക ഇട്ടിട്ട് ഉണക്കമീൻ മാന്തളല്ല കേട്ടോ, മത്തി, അതേപോലെ അയില ഒക്കെ വെച്ച അടിപൊളിയാണ്. ഞാൻ ഇനി എന്തായാലും ഈ വെണ്ടയ്ക്ക അങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നാളെയൊക്കെ എന്തെങ്കിലും പണിയില്ലാതിരിക്കുക സ്പെഷ്യൽ വാങ്ങും കേട്ടോ. പിന്നെ എന്താ ചുമ്മാ ഇനി നമ്മളിതിക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കാണ്ടും വയ്ക്കാം, തേങ്ങ അരച്ചിട്ടും വയ്ക്കാം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് തേങ്ങ ഉണ്ട്, 1 മുറി തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1 മുറി തേങ്ങ എടുത്തിട്ട് വയ്ക്കാൻ വിചാരിച്ചിട്ടേ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇത് ഞാൻ ഈ കറിയിൽ അത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ വെണ്ടയ്ക്ക ഇട്ടിട്ട്
ഉണക്കമീൻ കറി വെക്കുന്നത് കണ്ടക്കുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ വെക്കാറുണ്ടോ? നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കില്ലേ, അയ്യോ വെണ്ടയ്ക്ക ഇട്ടിട്ടോ എന്ന് വിചാരിച്ച്. പക്ഷെ കൂട്ടി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ വെക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, വെണ്ടയ്ക്ക വറുത്തിട്ട് ബാക്കി പുളിവെള്ളത്തിൽ ഇടും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പുളിയാണ്. പുളി ഒഴിച്ച് കൊടുക്കട്ടെ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളക്കട്ടെ കേട്ടോ. കുഞ്ഞുണ്ണിയെ കുഞ്ഞുണ്ണിനോട് തെറ്റിയിരിക്കുകയാണ് കേട്ടോ. തെറ്റിക്ക നമ്മളിത് തെറ്റിക്കാണോ അത് കുഞ്ഞുണ്ണി? നമ്മളിത് തെറ്റിക്ക. എന്നാ ഞാൻ പോവാ കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ കേട്ടോ. കുഞ്ഞാ എൻ്റെ തുണിയൊക്കെ ആക്കിക്ക, പോവാ നമുക്ക്. ഇതാ നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ ഉണക്കമീനില്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കറിയൊന്ന് വെച്ച് നോക്കൂ. നമ്മൾ ചില കറികളൊക്കെ ഇങ്ങനെ പറയില്ലേ, വെച്ച് നോക്കാൻ പറയില്ലേ, ഇത് ഇഷ്ടമാവും കേട്ടോ. ഇനി ഇതാരാ പറയില്ലേ, ഇനി തേങ്ങ അരയ്ക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല മീനൊന്ന് വെന്ത് കഴിഞ്ഞ് വെച്ചാൽ പാകത്തിന് ഉപ്പ് നോക്കി നമ്മൾ കടുകിൻ്റെ പകരം ചെറിയ ഉള്ളി താളിച്ചിട്ട് വാങ്ങി വെച്ചാൽ മതി കേട്ടോ. മതി. ഇവിടെ തേങ്ങ അരയ്ക്കണം എന്നുള്ളതും കൊണ്ട് ഞാൻ തേങ്ങ അരയ്ക്കണമെന്ന് മാത്രം. തേങ്ങ അരയ്ക്കാതെ നല്ല ടേസ്റ്റാണ്. എന്താ അച്ചു ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഓ എൻ്റെ അച്ചുവിന് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ, അച്ചുവിന് മാത്രമല്ല അമ്മൂനും ഓരോ പൊടികൾ വാങ്ങി, അരിപ്പൊടി ഗോതമ്പ് പൊടി ഒക്കെ അല്ലേ, കോറയൊക്കെ ഇങ്ങനെ പൊടിപ്പിച്ചേക്കുന്നത്. എന്താ വെച്ചാൽ മക്കൾക്ക് ഇങ്ങനെ ഇഷ്ടത്തിന് അവർ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ കടയത്തെ എന്താ ബേക്കറിയിലേക്കാട്ടിലും നല്ലതല്ലേ. ഇതിൽ തേങ്ങയും ചെറിയ ഉള്ളിയും പാടെ അരച്ചതാണ് കേട്ടോ. എന്താ തിളച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറി ഇതാ നല്ലപോലെ തിളച്ച് വന്നു. നമ്മൾ കറി വാങ്ങി. ഞാൻ ഒരു കൈപ്പയ്ക്ക ഉണ്ടായിരുന്നു, ആ കൈപ്പയ്ക്ക എടുത്ത് ഉപ്പേരിയും വെച്ചിട്ടാ. ഇനി മക്കൾക്ക് ഇതാ അച്ചുട്ടി എന്താ ഉണ്ടാക്കണേ? ഉള്ളി തക്കാളി മാട്ടിയേ. എന്തിന്? ചപ്പാത്തിയോട് കഴിക്കാൻ. അച്ഛന് ഒറ്റയ്ക്കുള്ള കുഞ്ഞുണ്ണിക്കുണ്ടോ? കുഞ്ഞനുണ്ടോ? കുഞ്ഞിന് ചപ്പാത്തി വേണ്ടാ? നമ്മുടെ കുട്ടിക്ക് എന്താ വേണ്ട? കഞ്ഞിയോ? തരാട്ടോ. അമ്മേനെ പോയി വിളിക്ക്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അമ്മേനെ പോയി വിളിക്ക്. ഇനി എൻ്റെ കുറച്ച് തുണികൾ തിരുമ്പാണ്ട് കേട്ടോ. 10 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലേ പുറത്ത് തുണി തിരുമ്പാനേ പറ്റില്ല. എമ്മാതിരി വെയിലയച്ചിട്ടാ. ഒരു 4 മണിയാവാതെ തീരെ പറ്റില്ല കേട്ടോ. അമ്മാതിരി വെയിലാണ്. സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുത്തിട്ട് തിരുമ്പി ഇടണം. പിന്നെ അതവിടെ വെയിൽ ഒളിച്ചാൽ മതി. പിന്നെ എന്താ സുകന്യെ, ഈ കഴിക്കണെടുത്തോ? എനിക്ക് ചോറ് വേണ്ട. വേണ്ട അരി ഭക്ഷണം ഒഴിവാക്കി. എന്താട്ടോ കഴിച്ചോളൂ അടച്ചേക്കണം കേട്ടാ. ഞാൻ ചുക്ക്. എന്താണ് കുട്ടി ചപ്പാത്തി ഉണ്ടാക്കുക? ചപ്പാത്തിയാ? അല്ല മീൻ എടുക്കടി എന്നാ, അല്ലെങ്കിൽ അവര് പറയും ഞാൻ മീൻ തന്നില്ല, നിങ്ങളെടുത്ത് ഞാനെടുത്ത്. കുഞ്ഞന് വെണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടല്ലേ? വേണ്ട തിന്നു മാവും. കൈപ്പയ്ക്കപ്പേരി ഉണ്ടല്ലോ. ഓ അവളുണ്ടല്ലോ. അവളുണ്ട് കൈപ്പയ്ക്കപ്പേരിയേ. അവിടെ ഉണ്ട്. ഇഷ്ടല്ല. സുകന്യക്ക് കൈപ്പയ്ക്ക ഇഷ്ടല്ല. ഈ ഒരു കൈപ്പയ്ക്ക ഇവിടെ ഒരു കൈപ്പയ്ക്ക വെച്ച് കഴിഞ്ഞു വെച്ചാൽ അത് പിറ്റത്തെ ദിവസം വരെ ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്ത് കറിയോ? ഇഷ്ടായോ?
ഉണക്കമത്തിയാണ് പറഞ്ഞല്ലേ, ഉണക്കമത്തി ഇതുകൂടിയാണെന്ന് വെച്ചാൽ മാന്തളും വെണ്ടയ്ക്കയും ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കൂട്ടി. എന്താണ് എന്താണ് ഇങ്ങനെ കുട്ടിയില്ലാന്ന്. നീ ഇങ്ങനെ കൂട്ടിയിട്ടില്ലാണോ? ഈ വെണ്ടയ്ക്കയും ഇങ്ങനെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് അല്ലേ? ഉണക്കമത്തി അയിലേക്കാണ് വെച്ചാൽ അടിപൊളി. ഇത് വെച്ചൊക്കെ പറയണില്ലേ? എല്ലാവരും ഇത് വെച്ച് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് അത് കൂട്ടും കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. ഇതുവരെ ഞാൻ കൂട്ടിയില്ല, ഇഷ്ടമായി. ആകെ ടേസ്റ്റ് ഉണ്ട്. 3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, ആകെ 3 വെണ്ടയ്ക്ക. അപ്പം അത് എന്താ ഉപ്പേരി വെച്ചാലും കുട്ടികൾക്ക് തികയില്ല, അതേപോലെ നമുക്ക് കറി വെക്കാനും ഇല്ല. അപ്പം ഇങ്ങനെ വെച്ചപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഞാനും കൂട്ടി കുറച്ച് ചോറുണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല പോയിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നമ്മ ഇതൊരു പച്ചിലത്. ആ